സഖാവ് എം എൻ ലോറൻസിനെ ഒരല്പം അകലെ നിന്ന് നോക്കിക്കണ്ട ഒരു CPIM പ്രവർത്തകനായിരുന്നു ഞാൻ. എറണാകുളത്തേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹവുമായി കൂടുതൽ അടുത്തിടപഴകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. പിന്നീട് തൃപ്പൂണിത്തുറ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സമയത്തും മറ്റുമൊക്കെയായി നിത്യേന എന്നോണം അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും എല്ലാമുള്ള അവസരം ലഭിച്ചത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ മുതൽക്കൂട്ടായി ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനകളെ സംബന്ധിച്ച്, ക്ലേശങ്ങളെ സംബന്ധിച്ച്, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെട്ട അനുഭവങ്ങളെല്ലാം അദ്ദേഹം സംസാരിച്ചത്, ആ ഓർമ്മകൾ അയവിറക്കിയത് ഞാനിപ്പോഴും ഓർക്കും. ഒരിക്കലൊരു ഘട്ടത്തിൽ പുതിയ യുവജനങ്ങളായ രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള ഒരു ഉപദേശം എന്ന പോലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ബി ബോൾഡ്, ബി പൊളൈറ്റ് ആൻഡ് ബി ഹോണസ്റ്റ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം എന്ന പോലെയുള്ള വാചകങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. അവിഭക്ത പാർട്ടിയിലും പിന്നീട് CPIM എന്ന നിലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലുമല്ല അത്തരം ചരിത്രഘട്ടങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരാളായിരുന്നു സഖാവ് ലോറൻസ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ലോകസഭാംഗമായും LDFന്റെ കൺവീനറായി സുപ്രധാനമായ ചുമതലകൾ നിർവഹിക്കാൻ, ആ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി കാഴ്ചപ്പാടനുസരിച്ച് മുൻപോട്ട് പോകാനും അദ്ദേഹത്തിന് സാധിച്ചു. 95 വയസ്സ് കടന്നപ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത്, അല്ലേ? അതാണ് എന്റെ ഓർമ്മ. സാമാന്യം ദീർഘമായ ഒരു കാലം, സംഭവബഹുലമായ ഒരു കാലം, ഒരു രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാന കാലത്ത് ഒരല്പസമയം ഒഴിച്ചാൽ ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെതായ നിലയിൽ കർമ്മനിരതനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഒരു വയസ്സ് പ്രായമാവുകയാണ്. തീർച്ചയായും സഖാവ് എം എൻ ലോറൻസിനെ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ എം എം ലോറൻസ് തന്റെ ജീവനേക്കാൾ വലുതായി കരുതിയ ഈ മഹാപ്രസ്ഥാനം പുതിയ ഉത്തരവാദിത്തങ്ങളും പുതിയ വെല്ലുവിളികളും ഏറ്റെടുക്കുന്ന ഒരു കാലം കൂടിയാണ്. അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു തലമുറ അനുഭവിച്ച ത്യാഗസമ്പൂർണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായാണ് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമായി CPIMന് മാറാൻ സാധിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന് നേതൃത്വം കൊടുക്കാനും CPIMന് സാധിക്കും. LDF ഗവൺമെന്റ് അതിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 10ാം വർഷത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സവിശേഷതകളുള്ള ഒന്നാണ്. ഇന്ത്യ വർഗീയ രാഷ്ട്രീയത്തിന് കീഴടങ്ങി എന്ന ആശങ്കാജനകമായ യാഥാർത്ഥ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. വർഗീയതയെ അകറ്റി നിർത്തേണ്ടതാണെന്നും ഏറ്റവും വലിയ വിപത്താണ് വർഗീയതയെന്നും ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനും ബോധ്യമുണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപ് 1946 കോൺസ്റ്റിറ്റ്യൂട്ടന്റ് അസംബ്ലി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിന്റെ ആദ്യ ദിവസം തന്നെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്ത ശേഷം അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസംഗിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ രാജേന്ദ്ര പ്രസാദിന്റെ ഗുണഗണങ്ങളാണ് എല്ലാവരും ഓർമ്മിക്കുക, അവിടെ പ്രസംഗിക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജേന്ദ്ര പ്രസാദിന്റെ ഏറ്റവും വലിയ ഗുണമായി ആ പ്രസംഗത്തിൽ പരാമർശിക്കുന്നത് സൗമ്യതയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമാണ് രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നു, നമ്മുടെ കയ്യിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് സൗമ്യത, അതുകൊണ്ട് നമുക്ക് ആരെയും കീഴ്പ്പെടുത്താനാവും എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഒരു തത്വജ്ഞാനി കൂടിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ആശയസമ്പുഷ്ടമായ പ്രസംഗം കഴിഞ്ഞ് തുടർന്ന് പ്രസംഗിക്കുന്നതിലൊരാൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനായി. വളരെ സംഘർഷനിർഭരമായ മാനസിക അവസ്ഥയിലാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ
ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പക്ഷേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഏറ്റവും മികച്ച ഗുണമായി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് മറ്റൊരു കാര്യമാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പറഞ്ഞു, സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജേന്ദ്ര പ്രസാദിന്റെ ഞാൻ കാണുന്ന ഏറ്റവും മികച്ച ഗുണം അദ്ദേഹത്തിൻ്റെതൊന്നല്ല, ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് മറ്റൊന്നുമല്ല, ഒരു വർഗീയവാദിയാകാതിരിക്കുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം. ആ ഗുണം നിങ്ങൾക്കുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ നാളുകളിൽ തന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഡോക്ടർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പോലെ പർവ്വത സമാനമായ ഔന്നത്യമുള്ള ഒരു വ്യക്തിത്വം രാജ്യത്തെ ഓർമ്മപ്പെടുത്തിയത്, ഭരണഘടനാ നിർമ്മാണ സഭയെ ഓർമ്മപ്പെടുത്തിയത്, ഈ രാജ്യത്തെ ഓരോ മനുഷ്യരും ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് വർഗീയവാദിയാകാതിരിക്കുക എന്നതാണ്. അന്നു മുതൽ ദേശീയ നേതാക്കന്മാരിൽ എല്ലാവർക്കും വർഗീയതയുടെ വിപത്തിനെ സംബന്ധിച്ച ബോധ്യമുണ്ടായി. ദേശീയ പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലും അല്ലാതെയും നടന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ച മതനിരപേക്ഷതയെ നമുക്ക് കാണാൻ പറ്റും. സമരോത്സുകമായ മതനിരപേക്ഷതയുടെ അടിത്തറ നമുക്ക് കാണാൻ പറ്റും. വർഗീയതയെ അകറ്റി നിർത്താൻ ജാഗ്രത പാലിച്ചു. അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. എന്നാൽ ഇപ്പോ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശക്തികൾക്ക് മേൽക്കൈ വന്നിരിക്കുന്നു. ആ ശക്തികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മേൽക്കൈ വരാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന രാജ്യത്തെ നടുക്കിയ അഴിമതി ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഏതായാലും ഒരു ദശാബ്ദത്തിലധികമായി നമ്മുടെ രാജ്യം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടുവോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പക്ഷേ ആ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ ഇപ്പോഴും അതിർത്തിക്കപ്പുറത്ത് നിർത്താനുള്ള രാഷ്ട്രീയ ജാഗ്രത പുലർത്തുന്ന നാടായി കേരളം നിലനിൽക്കുകയാണ്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇത്തരം വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായ ഒരാൾ പോലും ഇപ്പോൾ ഇല്ല. അവർ സ്വാധീനം ഉറപ്പിക്കാനും കേരളത്തെയും ഭിന്നിപ്പിക്കാൻ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കാനുള്ള ശ്രമം നല്ലതുപോലെ നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്നു ഈ കേരളം. ആ പ്രതിരോധത്തിന്റെ പര്യായപദം എന്ന പോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കേരളത്തിലെ CPIM രാജ്യത്തെ മതനിരപേക്ഷവാദികൾക്കാകെ പ്രതീക്ഷ നൽകുന്നു. അങ്ങനെയാണ് കേരളം മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും ആ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന CPIM-നും എതിരായ നീക്കങ്ങൾ, രാഷ്ട്രീയ ധാർമ്മികത തെല്ലുമില്ലാത്ത നീക്കങ്ങൾ കൂടുതൽ ശക്തി ആർജിക്കാനുള്ള പുറപ്പാടില്ല. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അത് വ്യക്തവുമാണ്. അത് 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന, മുന്നണികളെ മാറി മാറി ഭരണത്തിലേറ്റുന്ന ഒരു രീതിയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കുറച്ചേറെക്കാലത്തെ ചരിത്രം ആ അനുഭവമാണ് നമ്മോട് പറയുന്നത്. അത് കേരളത്തിന്റെ ഒരു സവിശേഷതയായി പലരും വിലയിരുത്താറുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ചാഞ്ചാട്ടമുള്ള രാഷ്ട്രീയ മനസ്സാണ് കേരളത്തിൻ്റെതെന്ന് വിലയിരുത്തിയവരുണ്ട്. നമ്മുടെ അനുഭവം നോക്കിയാൽ എത്രമാത്രം മികച്ച നിലയിൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ നടത്തിയാലും 5 വർഷം കഴിയുമ്പോൾ പ്രതിപക്ഷത്തേക്ക് മാറേണ്ട സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത്. അത് കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും ബഹുമാന്യമാക്കി മാറ്റിയ ശ്രദ്ധേയമായ സാമൂഹ്യ മാറ്റങ്ങളിലൊന്നായിരുന്ന സമ്പൂർണ്ണ സാക്ഷരത മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കൂ, അപ്പോഴൊക്കെ അത് കാണാം. അത്തരത്തിലുള്ള വലിയ നേട്ടങ്ങളിലേക്ക് കേരളത്തെ നയിച്ചാലും പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാം പ്രതിപക്ഷത്ത് മാറും, പരാജയപ്പെടും. ജനകീയാസൂത്രണം ഉൾപ്പെടെയുള്ള നേട്ടങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ആ പതിവ് ശീലം തെറ്റി. വീണ്ടും ഇടതുപക്ഷത്തെ തന്നെ കേരളം തിരഞ്ഞെടുത്തു. അതിന്റെ കാരണങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ലോകത്തെ തന്നെ
ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി കേരളത്തെ മാറ്റിയ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനുള്ള മികവ്, അത് നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നാലും ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയായാലും ഒക്കെ അതിനെയെല്ലാം കേരളം ധീരമായി നേരിട്ട് കീഴ്പ്പെടുത്തിയ അനുഭവം, ലോകത്തിന്റെ പാഠശാലയായി കേരളം മാറിയ അനുഭവമായി. ഇതെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായി വിലയിരുത്തപ്പെട്ടതിന്റെ കൂടി ഫലമായാണ് കൂടുതൽ തിളക്കമാർന്ന വിജയം, ചരിത്രത്തിൽ ഇടം പിടിച്ച വിജയം അഥവാ ചരിത്രം തിരുത്തിയ വിജയം കേരളത്തിൽ LDF-നുണ്ടായി. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം, അതിനെ നയിക്കുന്ന കോൺഗ്രസ്, അവരുടെ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രതീക്ഷിക്കുകയല്ല, ഉറച്ചു വിശ്വസിച്ചിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയത് മെയ് മാസം 2-ാം തീയതിയാണ്. 2021 മെയ് 2. മെയ് 1-ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിന്റെ ഓൺലൈൻ മാധ്യമത്തിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു, വോട്ടെണ്ണുന്നതിന്റെ തലേന്നാണ്. ആ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയായി? മുഖ്യമന്ത്രി സ്ഥാനം 2 കുത്ത്, UDF-ൽ സമവായമായി. ഇതാണ് തലക്കെട്ട്. അപ്പൊ തലക്കെട്ടിന്റെ ഒരു കൗതുകം കൊണ്ട് താഴേക്ക് നോക്കി. അപ്പൊ വാർത്ത വിശദമായി തുടരുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു. ആദ്യത്തെ 2.5 വർഷക്കാലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷക്കാലം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാൻ ധാരണ. വോട്ടെണ്ണിയിട്ടില്ല, വോട്ടെടുത്ത ദിവസം എണ്ണാൻ പോകുന്നതേ. പക്ഷെ കോൺഗ്രസിലെ അധികാര തർക്കങ്ങളെ സംബന്ധിച്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്: 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും 2.5 കൊല്ലം ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാൻ ധാരണയായി എന്നാണ്. അത്രയ്ക്ക് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നതാണ്. എന്താണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? 1, കേരളത്തിന്റെ ചരിത്രമാണ്. 5 കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റ് മാറും എന്ന ചരിത്രം. 2, കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് പകർന്നു കൊടുത്തു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, അവസാനത്തെ 6 മാസം, 1-ാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ 6 മാസം കേരളത്തെ വിവാദങ്ങളിൽ മുക്കിയെടുക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. എന്തൊക്കെ വിവാദങ്ങൾ! ഇപ്പൊ ഓർക്കുമ്പോൾ തമാശയാണ്. സ്വർണ്ണ കള്ളക്കടത്ത്, ഖുറാന്റെ ഇടയിൽ സ്വർണം കള്ളക്കടത്ത് നടത്തി എന്നൊരു പ്രചരണം ഉണ്ടായി. ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ, അത് എത്ര ആലോചിച്ചിട്ട് ഇപ്പോഴും നമുക്കതിന്റെ യുക്തി മനസ്സിലാവില്ല. ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തിയതാണ്. എന്റെ കുരുവിന് പകരമായിട്ടോ മറ്റോ സ്വർണം കടത്തി, അങ്ങനെയാണോ ഉദ്ദേശിച്ചെന്ന് അറിഞ്ഞുകൂടാ. ബിരിയാണി ചെമ്പിൽ, നൂറ്റാണ്ടിലെ ഫലിത ബിന്ദുക്കൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ, പക്ഷേ നിരന്തരം ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുഴുവൻ കേരളത്തിൽ തമ്പടിപ്പിച്ചു. യാഥാർത്ഥ്യത്തിന്റെ കണികയില്ലാത്ത കാര്യങ്ങളിൽ പോലും സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. മാധ്യമങ്ങൾ അത് പൊലിപ്പിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആവർത്തിച്ചുള്ള ഇത്തരം നുണപ്രചാര വേല കുറച്ചുപേരെങ്കിലും സ്വാധീനിക്കാതിരിക്കുമോ എന്ന് നമ്മളിൽപ്പെട്ടവർ തന്നെ ആശങ്കപ്പെട്ടു. കുറച്ച് വിവരമില്ലാത്ത ആളുകളെ സ്വാധീനിച്ച പോലെ, വിവരമില്ലാത്ത ആളുടെ വോട്ട് വിവരമുള്ള ആളുടെ വോട്ടൊന്നും വോട്ടിന് വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരു വോട്ടാണ്. അപ്പൊ വോട്ടുകാരുടെ വോട്ട് കിട്ടിയാലും മതി. ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ എന്തായാലും ജയിക്കും എന്നായിരുന്നു UDF-ന്റെ പ്രതീക്ഷ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഈ നാട് രാഷ്ട്രീയ പ്രബുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന വിധമാണ് വിധിയെഴുതിയത്. കൂടുതൽ തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിനുണ്ടായി. പക്ഷെ അത് ഉൾക്കൊള്ളാൻ UDF-ന് സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഒട്ടും സാധിച്ചിട്ടില്ല. അന്നു മുതൽ LDF-നെ പരാജയപ്പെടുത്തുന്നതിനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുകയാണ്. തീർച്ചയായും ജനാധിപത്യ സമൂഹത്തിൽ പ്രതിപക്ഷത്തിന് വലിയ പങ്കുണ്ട്, അവർക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ
അത്തരം ജനാധിപത്യ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പക്വത കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനില്ല. അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാറ്റിനെയും എതിർക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്നാണ്. എല്ലാ കാര്യങ്ങളെയും എതിർക്കുക, എല്ലാറ്റിനെയും കോടതിയെ സമീപിക്കുക. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങളുടെ പരിലാളന ഇല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ഇത്രമാത്രം അപഹാസ്യരാവുമായിരുന്നു ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ. ഇപ്പൊ തന്നെയാണ് എല്ലാവർക്കും അറിയാം. പക്ഷെ മാധ്യമങ്ങളുടെ പരിലാളന കൂടി ഇല്ലായിരുന്നെങ്കിലോ? ഇപ്പൊ AI ക്യാമറ, ലോകം മുഴുവൻ AI ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഗതാഗത രംഗത്ത്. അപകടങ്ങളില്ലാതിരിക്കാനാണ്. ഓരോ വർഷവും റോഡ് അപകടങ്ങളിൽ പൊലിയുന്നത് എത്ര ജീവനാണ്. ഇപ്പൊ എറണാകുളം ജില്ലയിൽ പോലും ആ സംഖ്യ പരിശോധിച്ചാൽ നമ്മൾ ഭയപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും വാഹനാപകടങ്ങളിൽ പൊലിയുന്നു, അവരുടെ ജീവൻ പോകും. അതിൽ കൂടുതൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ, ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിന് നിർബന്ധിതരാക്കാൻ ഒക്കെ അത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്താനും അവസാനിപ്പിക്കാനും AI ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും റോഡ് അപകടങ്ങൾക്ക് വിരാമമിടാനുള്ള വലിയ പരിശ്രമം നടത്തുകയാണ്. കേരളവും ആ പാതയിൽ പോയപ്പോൾ അതിനെതിരെ സമരം ഉണ്ടായി. എന്തിന്? നാളെയും റോഡിൽ ആള് മരിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? യൂത്ത് ലീഗിന്റെ നേതാവിന്റെ ഒരു കൊട്ടയുമായി AI ക്യാമറ മൂടി വെക്കുന്ന ഒരു ദൃശ്യം ഇപ്പോഴും നവമാധ്യമങ്ങൾ കാണാറുണ്ട്. ഒരു സമരമായി പ്രതിപക്ഷ നേതാവ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. പൊതു താല്പര്യ ഹർജി, ആ ഹർജി പരിഗണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഒരു വാചകം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളുടെ പരിലാളനയെ കുറിച്ച്. മറ്റാരെയെങ്കിലും കുറിച്ചാണ് കോടതി അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ആ നേതാവിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തന്നെ പിന്നെ കഴിയില്ല. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചായതുകൊണ്ട് മനോരമാദി മാധ്യമങ്ങൾ അത് പറഞ്ഞെന്ന് വരുത്തി അവസാനിപ്പിച്ചു ഒറ്റ റിപ്പോർട്ടിങ്ങിൽ. എന്തായിരുന്നു കോടതി പറഞ്ഞത്? പ്രതിപക്ഷ നേതാവിന്റെ ഹർജി എടുത്തു നോക്കിയ ശേഷം കോടതിയുടെ ആദ്യത്തെ കമന്റ്, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അതാ ചോദ്യം. ഇന്നേ വരെ ഒരു രാഷ്ട്രീയ നേതാവിനോട് പൊതു താല്പര്യ ഹർജി പരിഗണനാ വേളയിൽ ഒരു കോടതിയും ഇങ്ങനെ ചോദിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. ഇത് പൊതു താല്പര്യമാണോ അതോ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള താല്പര്യമാണോ എന്ന് കോടതി ചോദിക്കുകയാണ്. കോടതിയുടെ രീതിയിൽ ഒരു കടുത്ത പ്രഹരമാണ് കൊടുത്തത്. കോടതി ജഡ്ജി എഴുന്നേറ്റ് വന്ന് ഹർജിക്കാരനെ കൈകൊണ്ട് അടിക്കൊന്നുമില്ല, അതിനൊന്നും വകുപ്പില്ല. അതിന് സമാനമാണ്. ആ പ്രഹരം ഏറ്റുവാങ്ങിയ ശേഷം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീലാണ് കഴിഞ്ഞ മാസം വലിച്ചെറിഞ്ഞത്. അപ്പൊ എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാധ്യമങ്ങളോട്? ഇപ്പൊ പബ്ലിക് പൊതു താല്പര്യ ഹർജികൾ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒന്നും കോടതികൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു വാചകം കൊണ്ട് അദ്ദേഹത്തിന് വിശദീകരണം അവസാനിപ്പിക്കാൻ കഴിയും. അതാണ് മാധ്യമങ്ങളുടെ പരിലാളന. സർക്കാരിനെതിരെ ഒരടിസ്ഥാനവുമില്ലാതെ സമരങ്ങൾ പ്രഖ്യാപിക്കുക, ഒരു സമരവും വിജയിപ്പിക്കാൻ കഴിയാതെ പോവുക, സമരങ്ങൾക്ക് ആളെ കിട്ടാതെ പോവുക. എവിടെയെങ്കിലും 10 ആൾ അണിനിരക്കുന്ന ഒരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? UDFന്റെ നേതൃത്വത്തിൽ LDF ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു പരിഷ്കാരത്തിന്, ഒരു നയത്തിന്, ഒരു പദ്ധതിക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ ഒരു 100 പേർ അണിനിരക്കുന്ന ഒരു സമരം ഈ തൃക്കാക്കരക്കാർ കണ്ടിട്ട് എത്ര കാലമായി? ഒരു സമരത്തിനും ഒരാളെയും കിട്ടുന്നില്ല. അപ്പോഴാണ് കോടതിയിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. കോടതിയുടെ അനുഭവം ഇതാണ്. നേരായ വഴിക്ക് കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനാവില്ല എന്ന് ഓരോ നിമിഷവും ഇവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത്തരമൊരു ഘട്ടത്തിലാണ് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ ജനാധിപത്യത്തിലെ ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വർഗീയ കക്ഷികളുമായി തുറന്ന ബന്ധത്തിൽ ഏർപ്പെടാനുള്ള നീക്കമാണ്. രണ്ടുമുണ്ടത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി അടുത്തു നിന്ന് സഖ്യമുണ്ടാക്കി കേരളത്തിൽ അധികാരം പിടിക്കാനാകുമോ എന്നാണ് നോട്ടം. RSS കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ആ ബന്ധം പലപ്പോഴും മലയാളികളുടെ മുൻപിൽ ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമായി വന്നിട്ടുള്ളതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ,
ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ നേതാവ് ഏത് പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? കുറച്ചുനാൾ മുൻപ് കെ മുരളീധരന്റെ തന്നെ ഒരു പ്രസ്താവന കണ്ടത് അദ്ദേഹം എവിടെയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ്. പേരിന് കോൺഗ്രസിന്റെ ലോകസഭാംഗമാണ്. എന്നാൽ എല്ലായ്പ്പോഴും അദ്ദേഹം നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പേരിനെങ്കിലും കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന നിലപാടുകൾക്കെതിരും സംഘപരിവാർ നയങ്ങളോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹം എന്നാണ് ഔദ്യോഗികമായി BJP-യിൽ ചേരുക എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമെന്നാണ് കോൺഗ്രസിന്റെ തന്നെ ചില സുഹൃത്തുക്കൾ പറയുന്നത്. ഇത് പല കോൺഗ്രസുകാരെ സംബന്ധിച്ച് പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് സംബന്ധിച്ച് ഇപ്പോഴും ബോധ്യമാകുന്ന ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗോൾവൽക്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളാണ്. ഇന്ത്യ കണ്ട RSSന്റെ സർസംഘചാലകായിരുന്ന ആളാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഈ രാജ്യത്തിന്റെ ഭീഷണി എന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചയാളാണ്. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരന്ന ഇന്ത്യയിലെ ഹിന്ദു യുവാക്കളോട് ഗോൾവൽക്കറുടെ പ്രത്യേകമായ ഒരു അഭ്യർത്ഥന അക്കാലത്ത് പുറത്തിറങ്ങി. അതിങ്ങനെയായിരുന്നു: ബ്രിട്ടനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ വിലമതിക്കാനാവാത്ത ആരോഗ്യവും വിലപ്പെട്ട സമയവും പാഴാക്കി കളയരുത്. പകരം ഈ രാജ്യത്തിന് ഭീഷണിയായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരായ സമരത്തിൽ അണിനിരന്നുകൊണ്ട് നിങ്ങൾ രാജ്യത്തോടുള്ള കടമ നിറവേറ്റണം. ഇതാണ് ഗോൾവൽക്കറിന്റെ ആഹ്വാനം. അങ്ങനെ 100 കാര്യങ്ങൾ എണ്ണി പറയാൻ കഴിയും. അങ്ങനെ നമ്മുടെ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നതിന് നേരിട്ട് നേതൃത്വം നൽകിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു വർഗീയ ഭ്രാന്തന്റെ ജന്മശതാബ്ദി ആഘോഷം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ആരെ ക്ഷണിക്കണമെന്ന് RSSന്റെ നേതൃത്വം കൂടിയാലോചിച്ചപ്പോ അവരുടെ മുൻപിൽ വന്ന ഒറ്റപ്പേര് ശ്രീ VD സതീശൻ എന്ന പേരാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആ ക്ഷണം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ആ വേദിയിൽ ചെന്ന് ഗോൾവൽക്കറിന്റെ ചില്ലിട്ട ചിത്രത്തിന്റെ മുൻപിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കുന്നു. സാധാരണ നിലയിൽ ഒരു കോൺഗ്രസ് നേതാവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അത് ഈ ശക്തികളുമായിട്ടുള്ള സജീവമായ ബന്ധത്തിന്റെ അടയാളമാണ്, തെളിവാണ്. ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് കോൺഗ്രസ്. ദേശീയ തലത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് ആയിരിക്കാം. പക്ഷെ കേരളത്തിൽ ആ കോൺഗ്രസ് ഇടതുപക്ഷം ഇനിയും അധികാരത്തിൽ തുടർച്ചയായി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ മുൻപ് പല കാലത്തും രഹസ്യമായും പരസ്യമായും RSSുമായി യോജിച്ചു നിന്ന അനുഭവം കൂടെ ഉണ്ടെങ്കിലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ അത് മതിയായിട്ടില്ല എന്ന ചരിത്ര യാഥാർത്ഥ്യത്തിന്റെ മുൻപിലും ആ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവും. കേരളത്തിലെ RSSന്റെ ഒരു വിഭാഗവുമായി കൂടിയാലോചനകൾ നടത്തി തിരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക്, ധാരണയിലേക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കടുത്ത മുസ്ലിം വർഗീയതയുമായി RSSന്റെ മറുപേരായി വർഗീയത പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏകപക്ഷീയമായി കോൺഗ്രസിനെ പിന്തുണച്ചു, UDFനെ പിന്തുണച്ചു. ഇപ്പോ UDFിലെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും അത് പുതിയ പ്രയോഗങ്ങളാണ്. എന്തുവാവട്ടെ, തങ്ങളെ പരിഗണിക്കണം എന്ന അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുകയാണ്. അപ്പൊ അത് തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വെൽഫെയർ പാർട്ടിയെ UDFിൽ എടുത്തതുപോലെയാണ് ഇപ്പോ കാര്യം. അവിടെ അവസാനിക്കുന്നില്ല. വെൽഫെയർ പാർട്ടിയുടെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന വേദിയായി മാറുകയാണ്. അവർ വഴി SDPIയെയും UDFിലെ അപ്രഖ്യാപിത ഘടകകക്ഷിയാക്കി മാറ്റാനുള്ള നീക്കമാണ്. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായ വർഗീയതയെ, അതിന്റെ സംഘടനാ രൂപങ്ങളായ RSSനെ, ജമാഅത്തെ ഇസ്ലാമിയെ, SDPIയെ എല്ലാവരെയും കൂട്ടുപിടിച്ച്
എല്ലാ വർഗീയ വിഘടനവാദ ശക്തികളെയും കൂട്ടുപിടിച്ച് LDF-നെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം നടന്നതായി ഒരു 10 കൊല്ലത്തിനുള്ളിൽ ആരെങ്കിലും ഓർക്കുന്നു? വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടായി, അതിന്റെ ഭാഗമായ പോലീസ് നടപടികളില്ലാത്ത നാടായി, വെടിവയ്പ്പില്ലാത്ത നാടായി, സമാധാനത്തിന്റെ ഒരു തുരുത്തായി നമ്മുടെ നാട് നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നുകൊണ്ടാണ്. വർഗീയവാദികളുടെ പിന്തുണയോടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാലോ അവരുടെ എല്ലാം താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടതായി വരും. അത്തരം ഘട്ടങ്ങളിലാണ് ഈ കേരളത്തിൽ പോലും വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മാറാടും തൈക്കലും എത്രയെത്ര അനുഭവങ്ങൾ വർഗീയ അസ്വാസ്ഥ്യങ്ങളുടെ അതിന്റെ ഭാഗമായി ജീവൻ ബലിയർപ്പിക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട്. അപ്പൊ ഈ വർഗീയവാദികളുടെ എല്ലാം പിന്തുണയോടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നവർ എത്ര അപകടകരമായ രാഷ്ട്രീയ പരീക്ഷണത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനു പുറമെയാണ് ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂടി ഒപ്പം നിർത്തി ഗവൺമെന്റിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കാൻ ഒക്കുമോ എന്ന് പരിശ്രമിക്കുന്നത്. പക്ഷെ കേരളത്തിന്റെ അനുഭവം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത്രമാത്രം പരാതിരഹിതമായ ഒരു കാലം മുൻപുണ്ടായിട്ടുണ്ടോ? ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് പരിഭവങ്ങളോ ചില്ലറ അസംതൃപ്തികളോ ഉണ്ടാവാം. അതൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യത്തെ എത്രമാത്രം ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പൊ അധികാരത്തിലുള്ളത്. കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വെക്കും, കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കും, കേരളത്തെ കൊള്ളയടിക്കും. ഇവിടെ നിന്നും 1 രൂപ വിവിധ ഇനത്തിൽ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ തിരിച്ച് കേന്ദ്ര ഗ്രാന്റായി നമുക്ക് കിട്ടുന്നത് 40 പൈസയിലും താഴെയാണ് എന്നാണ് ഒടുവിലത്തെ കണക്ക്. എന്നാൽ ബീഹാറിൽ നിന്ന് 1 രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ 7 രൂപയാണ് കേന്ദ്ര ഗ്രാന്റായി തിരികെ കിട്ടുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് 1 രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ 3 രൂപയോളം തിരികെ കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്നതിന് തത്തുല്യമായെങ്കിലും തരേണ്ടതല്ലേ? എന്നാൽ അതിന്റെ പകുതി പോലും നമുക്ക് തരുന്നില്ല. ഇതാണ് വിവേചനം. ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിന് നീക്കിവെക്കുന്ന വിഹിതം അരുണാചൽ പ്രദേശിന് നീക്കിവെച്ച വിഹിതവുമായി ഏതാണ്ട് തുല്യമാണ്. അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ പകുതി ജനസംഖ്യയില്ലാത്ത ഒരു നാടാണ്. അതാണ് സാമി. കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതി പോലും ജനസംഖ്യയില്ലാത്ത ഒരു ഭൂപ്രദേശത്ത് സംസ്ഥാനത്തിന്റെ പരിഗണനയൊക്കെ കൊടുക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു നാടിന് കൊടുക്കുന്ന പരിഗണനയാണ് കേരളത്തിന് തരുന്ന പരിഗണന. ഇങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ ദൈനംദിന ജീവിതം സ്തംഭിച്ചു പോകാത്ത വിധം അസാധാരണമായ ഫിനാൻസ് മാനേജ്മെന്റിലൂടെ കേരളത്തെ മുൻപോട്ട് നയിക്കുകയാണ്. ഇവിടെ പെൻഷൻ കൊടുക്കുന്നു. 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു നാടും ഇന്ത്യയിലില്ല, കേരളം പോലെ. പ്രധാനമന്ത്രി ജനിച്ച ഗുജറാത്തിൽ ഇങ്ങനെ ഒരു പെൻഷൻ ഉണ്ട്. അതും 60 ലക്ഷം മനുഷ്യർക്കാണ്. 60 ലക്ഷം മനുഷ്യർക്ക് 1600 രൂപ പ്രതിമാസ പെൻഷൻ ഈ കേരളത്തിൽ ഇപ്പോഴും കൊടുക്കുന്നുവെന്നത് ഒരു ലോകാത്ഭുതമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ കൊടുത്തിട്ടില്ലല്ലോ, ഇന്ത്യയിൽ എവിടെയും കൊടുക്കുന്നില്ലല്ലോ. കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക ഉപരോധത്തിന്റെ മുന്നിലും ഈ കേരളത്തിലല്ലേ നമ്മൾ കൊടുക്കുന്നു. കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ, ആശുപത്രികളിൽ വന്ന മാറ്റം ചെറിയ മാറ്റം. കേരളത്തിൽ വീടില്ലാത്ത മനുഷ്യർക്കെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ലൈഫ് ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്ക് 5 ലക്ഷം വീടുകളാണ്. ഇപ്പൊ 4 ലക്ഷം ഏതാണ്ട് നിർമ്മാണം പൂർത്തിയായി കൈമാറി കഴിഞ്ഞു. ഇനി 1 ലക്ഷം കൂടി നിർമ്മാണം പൂർത്തിയാക്കാനിരിക്കുന്നു. 5 ലക്ഷം വീടുകൾ. ഇതൊരു സർവ്വലോക റെക്കോർഡാണ്. ഇതിനു മുൻപ് ഇങ്ങനെ എവിടെയും ഉണ്ടായിട്ടില്ല. ഈ വരുന്ന നവംബർ 1 ഐതിഹാസികമായ ഒരു പ്രഖ്യാപനത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. അതാണ് പ്രത്യേകത. ഇപ്പൊ തന്നെ ചില കാര്യങ്ങളിൽ ആ റെക്കോർഡ് നമുക്കുണ്ട്. ഇപ്പൊ സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനം എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം, നമ്മുടെ കേരളം. ഈ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായ നേട്ടമാണ്. കേരളത്തിലെ കണക്കെടുത്ത് നോക്കിയപ്പോ
കുറച്ചു വീടുകളിൽ മാത്രമാണ് ടോയ്ലറ്റ് ഇല്ലാത്തത്, എന്നാലും കുറച്ചുണ്ടായിരുന്നു. അവിടെയും ടോയ്ലറ്റ് നിർമ്മിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് അത് പൂർത്തിയാക്കി. ഇപ്പൊ കേരളത്തിൽ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ ചിലത് ആലോചിക്കും, ഇതിലെന്താണ് ഇത്ര പ്രത്യേകത? നമുക്ക് പ്രത്യേകത ചിലപ്പോൾ തോന്നില്ല, എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് അതാലോചിക്കണം. ഉത്തരേന്ത്യയിൽ എത്ര ശതമാനമാണിത്? പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഗണ്യമായൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും റെയിൽ പാളത്തെയാണ് ആശ്രയിക്കുന്നത്. തീവണ്ടിയുടെ സമയം നോക്കണം. രാവിലെ 5 മണിക്കൂർ തീവണ്ടി പോയാൽ അടുത്ത തീവണ്ടി 5:30-ആണെങ്കിൽ 1/2 മണിക്കൂറാണ് ടോയ്ലറ്റിൽ പോകാനുള്ള സമയം. ആ സമയത്താണ് പോവുക. റെയിൽ പാളത്തിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന ഒരു ജനതയാണ് 2025-ലും ഉത്തരേന്ത്യയിലെ ഗണ്യമായ ഒരു ഭാഗം ജനങ്ങൾ. അവിടെയാണ് കേരളത്തിന്റെ പ്രത്യേകത. സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഈ കേരളമാണ്. കേരളം കണ്ട് നമ്മുടെ രാജ്യം മുഴുവൻ ഇങ്ങനെയായിരിക്കും ആരും ധരിക്കരുത്. ഇതൊരു പ്രത്യേക നാടാണ്. കുറച്ചുനാൾ മുൻപ് ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഘട്ടത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്ത പ്രാധാന്യത്തോടെ വന്നു. വാർത്തയുടെ തലക്കെട്ട് നാടിന്റെ വെളിച്ചമായി മുർമു എന്നോ മറ്റോ. പെട്ടെന്ന് ഞാൻ കരുതി ആലങ്കാരികമായ ഒരു തലക്കെട്ടായിരിക്കും. ഇപ്പൊ പത്രങ്ങളുടെ എല്ലാ രീതി അങ്ങനെ ആയിട്ടുണ്ട്. തലക്കെട്ടുകൾ ആലങ്കാരികമായിട്ടാണ് പലപ്പോഴും കൂടുന്നത്. അതൊക്കെ പത്രപ്രവർത്തനത്തിന്റെ രംഗത്ത് വരുന്ന ചില മാറ്റങ്ങളാണ്. അതൊന്നും ആവട്ടെ. അപ്പൊ രാജ്യത്തിന്റെ പ്രസിഡന്റായി ദ്രൗപദി മുർമു തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആലങ്കാരികമായ ഒരു പ്രയോഗം നടത്തിയതായിരിക്കും, നാടിന്റെ വെളിച്ചമായി മുർമു എന്ന് പറഞ്ഞത് അതായിരിക്കും എന്ന് ചെയ്തു. പക്ഷെ അല്ല, വാർത്ത വായിച്ചപ്പോൾ ആലങ്കാരികതൊന്നുമല്ല. പിന്നെന്താണ്? ദ്രൗപദി മുർമു എന്ന ഇന്ത്യയുടെ പ്രസിഡന്റ്, അവരുടെ നാട്ടിൽ വൈദ്യുതി ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പൊ ഇവർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആ നാടിനൊരു പ്രത്യേക പരിഗണന നൽകി അങ്ങോട്ടേക്ക് വൈദ്യുതി എത്തിച്ചു. അപ്പൊ അങ്ങനെ ചില പ്രത്യേക പ്രവർത്തനമൊക്കെ നടക്കും. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ റോഡൊക്കെ കാണാൻ പെട്ടെന്ന് അങ്ങ് ശരിയാക്കും. അതിന് പ്രത്യേക ഫണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കും. അപ്പൊ പ്രസിഡന്റായി ദ്രൗപദി മുർമു തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആ നാട്ടിൽ വൈദ്യുതി എത്തിക്കാൻ അധികൃതർ തീരുമാനിച്ചു. അപ്പൊ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചു, ലൈൻ വലിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ആ ഗ്രാമത്തിൽ വൈദ്യുതി എത്തി. ആളുകൾക്ക് അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. സ്വിച്ചിട്ടാൽ കത്തുന്ന വിളക്ക് ആദ്യമായിട്ട് കാണുകയാണ് അവർ. അതിന്റെ വെളിച്ചമൊക്കെ വന്നപ്പോൾ ആളുകളൊക്കെ ഒത്തുകൂടി ആ നാട്ടിലൊരു വലിയ ആഘോഷമായിട്ട് അത് മാറി. ആദ്യമായി വൈദ്യുതി ദീപം കാണും, വൈദ്യുതിയുടെ വെളിച്ചം കാണും. അതാണ് ഇന്ത്യ. മനസ്സിലായി? എന്താണ് വൈദ്യുതി എന്നറിയാത്ത, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വലിയ വിസ്ഫോടനങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഗണ്യമായ വിഭാഗം ജനങ്ങൾ. അവിടെയാണ് കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ സംസ്ഥാനം, യാഥാർത്ഥ്യമായ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? രണ്ടാമത്തെ സംസ്ഥാനം ഇല്ല. ആദ്യത്തേതേ ഉള്ളൂ, പിന്നെ ഇല്ല. വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനം ആദ്യത്തെ സംസ്ഥാനം കേരളം, രണ്ടാമത്തെ സംസ്ഥാനം ഇല്ല. ഇതാണ് കേരളം, കേരളത്തിന്റെ പ്രത്യേകത. ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു വീട് പോലും കേരളത്തിലില്ല. സ്കൂളിൽ പോകാത്ത കുട്ടികളുള്ള ഒരു വീട് ഈ കേരളത്തിലില്ല. നിങ്ങൾ തൃക്കാക്കരയിലുണ്ടോ നോക്കൂ. സ്കൂളിൽ പോകാതെ ഏതെങ്കിലും ഒരു കുട്ടി 5 വയസ്സായിട്ട് ഇവിടെ വീട്ടിലുണ്ടോ? ഉണ്ടാവില്ല. നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടിക്ക് ഉച്ചഭക്ഷണം കിട്ടും, സ്കൂൾ യൂണിഫോം കിട്ടും, അത് തയ്ക്കാനുള്ള കാശ് കിട്ടും, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികൾ. ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. എല്ലാ ക്ലാസ് മുറിയിലും കമ്പ്യൂട്ടർ, ഡിജിറ്റൽ സ്ക്രീൻ, പ്രൊജക്ടർ, ആധുനിക സൗകര്യങ്ങളുടെ അകമ്പടിയോടെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥലമാണ് ഈ കേരളം. ഈ നേട്ടങ്ങളുടെ നാട്ടിൽ നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായ പ്രഖ്യാപനം നടക്കാൻ പോവുക. അതൊട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ലേ. ഇപ്പൊ പട്ടിണി, മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി പലപ്പോഴും ഒരു വാക്ക് മാത്രമാണ്. നമുക്ക് പട്ടിണിയുടെ രൂക്ഷതയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഈ അടുത്ത കാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ? ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
വല്ല കമ്മിറ്റിയിലും പോയിട്ട് 1 മണിക്ക് പിരിയേണ്ട കമ്മിറ്റി 2 മണി വരെയൊക്കെ നീണ്ടുപോയാൽ ആ 1 മണിക്കൂർ സമയത്തുള്ള അവസ്ഥയാണ് നമ്മുടെ പട്ടിണി. എന്നാ പട്ടിണി ശരിക്കും അതല്ലേ. ആഴ്ചകളോളം വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരിക. അങ്ങനെ ഒരു പട്ടിണി ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. എന്നാൽ രാജ്യത്തുണ്ട്. ആഴ്ചകളോളം വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുക. അപ്പൊ ആരോഗ്യം ക്ഷയിക്കും, അസുഖം ബാധിക്കും, മരിച്ചു. അതാണ് പട്ടിണി മരണം. ആ പട്ടിണി മരണങ്ങൾ നടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക എന്ന മലയാളം, ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 105 അത്ര. 105. ആ പട്ടികയിൽ ആകെയുള്ളത് 125 രാജ്യങ്ങളോ മറ്റോ ആണ്. ലോകത്തിലാകെ 100-200 രാജ്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന സാഹചര്യം 125 രാജ്യങ്ങളിലാണ് ഉള്ളത് എന്നാണ് കണക്കാക്കിയത്. അതിൽ നമ്മുടെ സ്ഥാനം 105-ാമത്തതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ ഇനി വളരെ കുറച്ചു പേരേ ഉള്ളൂ. അതീവ ദുർബലമായ സമ്പദ്ഘടനയുള്ള, ആഭ്യന്തര കലഹങ്ങൾ കൊണ്ടൊക്കെ ശിഥിലമായി പോയ ചില കൊച്ചു ഭൂപ്രദേശങ്ങളാണ് ഇനി നമ്മുടെ പുറകിലുള്ളത്. നമ്മൾ ഏറ്റവും പുറകിലാണ്. മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴും നമ്മുടെ രാജ്യം. വർഗീയമായി മനുഷ്യരെ ചേരിതിരിക്കുന്നതിനിടയിൽ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം വേര് പിടിക്കുന്നതിനിടയിൽ മനുഷ്യർ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നു. അവരെ കുറിച്ച് ചിന്തിക്കാൻ കോർപ്പറേറ്റുകളുടെ കാൽക്കൽ രാജ്യഭാരം അടിയറ വെച്ച ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നേയില്ല. അതിൽ നിന്നും നമ്മൾ വേറിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും LDF-ന്റെ ഗവൺമെന്റ് ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചു. കേരളത്തിൽ പട്ടിണി പാവങ്ങളായി ആരെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധന. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്, ഉത്തരേന്ത്യയിലേതുപോലെയുള്ള പട്ടിണി ഇവിടെ ഇല്ലെങ്കിലും അതീവ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന കുറച്ചുപേർ ഇവിടെയും ഉണ്ട്. ഒരു പട്ടിണിയൊന്നും കിടക്കുന്നുണ്ടാവില്ല, പക്ഷെ വളരെ ദാരിദ്ര്യമായ ജീവിത സാഹചര്യമാണ്. ഇപ്പൊ ചിലപ്പോ കുടുംബനാഥന് അസുഖം വന്ന് കിടപ്പിലായി പോയിട്ടുണ്ടാവും, അപകടം പറ്റി കിടപ്പിലായി പോയിട്ടുണ്ടാവും, കിടപ്പ് രോഗിയായി മാറിക്കാണും, വീട്ടിൽ മറ്റാർക്കും വരുമാനം ഉണ്ടാവില്ല. അപ്പോ വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പല കാരണങ്ങളാൽ അതീവ ദരിദ്രാവസ്ഥയിലുള്ള കുറച്ചു പേർ നമ്മുടെ കേരളത്തിൽ. മൊത്തം കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒരു ഏകദേശം 10-60 പേര് വരും എന്നാണ് കണക്ക്. സംസ്ഥാനത്ത് ആകെ എടുക്കുമ്പോൾ 65,000-ഓളം പേർ വളരെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്നു എന്നാണ്. നമ്മുടെ ചുറ്റുപാട് ചിലപ്പോൾ ഉണ്ടാവും ഏതെങ്കിലും ഒരു കുടുംബം. അവരെയൊക്കെ കണ്ടെത്താൻ കഴിയണം. അവരെയെല്ലാം ചേർത്ത് പിടിക്കാനും കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാനും അവരെയും നമ്മളെ പോലെ സാധാരണ ജീവിതം നയിക്കുന്നവരാക്കി മാറ്റാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കും. ഏതായാലും നമ്മുടെ ഗവൺമെന്റ് ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്കെടുത്തതിന് ശേഷം ദത്തെടുക്കുന്നത് പോലെ ഈ കുടുംബങ്ങളുടെ സാധാരണ ജീവിതം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവർക്ക് സ്ഥിര വരുമാനം കണ്ടെത്താൻ സഹായിക്കണം, അവരെ പിന്തുണയ്ക്കണം, വിവിധ ക്ഷേമ പദ്ധതികളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം. അങ്ങനെ അവർക്ക് പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്, ന്യായമായ ചികിത്സ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെയെല്ലാമുള്ള ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത്. അത് യാഥാർത്ഥ്യമാക്കുന്നതിനാണ് പദ്ധതി. അതിന്റെ പ്രഖ്യാപനമാണ് നവംബർ 1 വരാൻ പോകുന്നത്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ നാട് ഭരിക്കുമ്പോൾ വിശന്ന വയറുമായി നിരാശാഭരിതനായ ഒരാൾ പോലും ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയമാണ്, വാശിയോടുകൂടിയ രാഷ്ട്രീയ തീരുമാനമാണ് ലക്ഷ്യം കാണാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്നൊരു ഡെലിഗേഷൻ തിരുവനന്തപുരത്ത്. അത് വളരെ അത്ഭുതത്തോടെയാണ് കേരളത്തിലെ ഈ മാറ്റം നിങ്ങൾ എങ്ങനെ ഇത് യാഥാർത്ഥ്യമാക്കി എന്നാണ് നമ്മളോടത് അന്വേഷിച്ചത്. കാരണം ചൈന ഇപ്പോഴാണ് ഈ നേട്ടം കൈവരിച്ചത്. സോഷ്യലിസ്റ്റ് ചൈന തങ്ങൾ സോഷ്യലിസ്റ്റ് ആകുന്നതിനുള്ള ആദ്യപടി എന്നോണം അതിദരിദ്രരില്ലാത്ത രാജ്യമായി ചൈനയെ മാറ്റുകയാണ് ആദ്യപടി എന്നവർ ഏറെക്കാലം മുൻപേ പ്രഖ്യാപിച്ചു. ഇപ്പോഴാണ് അവർക്ക് ആ ലക്ഷ്യം നേടാൻ കഴിഞ്ഞത്. അപ്പൊ അവർ വളരെ ആശ്ചര്യത്തോടെയാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ 105-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനം
ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുന്നു എന്ന വിസ്മയത്തോടെയാണ് വിദേശ രാജ്യങ്ങൾ, അവിടുത്തെ പ്രതിനിധികൾ കേരളത്തെ കുറിച്ച് പഠിക്കാൻ വരുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നേട്ടമായി ഇത് മാറുകയാണ്. ഇപ്പൊ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ അമേരിക്കയെയും നമ്മൾ പിന്നിലാക്കി എന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നു. ഇത്തരം നേട്ടങ്ങളുമായി നമ്മുടെ നാട് മുൻപോട്ട് പോവുകയാണ്. ഇന്ന് ഇങ്ങോട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വരുമ്പോ നാളത്തെ പത്രത്തിൽ കൊടുക്കേണ്ട വാർത്തകളെ സംബന്ധിച്ചെല്ലാം പരിശോധിച്ചപ്പോ കർണാടകയിലെ മന്ത്രി, കർണാടക ആരാ ഭരിക്കുന്നു ഓർത്തോളം, കർണാടകയിലെ മന്ത്രി കേരളത്തിലെ സാഹചര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയ ശേഷം പ്രസംഗിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ യോഗം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ്. എന്താണ് പ്രസംഗം? കേരളം ഇന്ത്യയിലെ മാതൃകാ സംസ്ഥാനമാണ്. അതാണ് അദ്ദേഹത്തിന്റെ വാചകം. മാതൃകാ സംസ്ഥാനമാണ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ട സംസ്ഥാനമാണ് എന്നാണ്. കേരളത്തിലെ കോൺഗ്രസുകാരും പ്രതിപക്ഷ നേതാവും പറയുന്നത് നമ്മൾ കണക്കിലെടുക്കണ്ട. അത് ആയുസർദ്ധയ്ക്ക് മുൻപ് ഇനി ഒരിക്കലും കേരള നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിലേക്ക് അധികാരത്തിന്റെ കമ്പടിയോടെ കടന്നു വരാനാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴുള്ള മനോവിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന ചില പ്രഖ്യാപനങ്ങളും ജൽപ്പനങ്ങളും ഒക്കെയാണ്. എന്നാൽ കർണാടകയിലെ മന്ത്രി ഇവിടെ ഒന്ന് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറയുന്നു, ഇത് ഒരു മാതൃകാ സംസ്ഥാനമാണ്, കേരളത്തെ അഭിനന്ദിക്കേണ്ടതാണ്. കേന്ദ്രം ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ധീരമായി ചെറുത്തുനിന്ന് മാതൃകയാവാൻ കേരളത്തിന് കഴിയുന്നു, അതിൽ അഭിനന്ദിക്കേണ്ടതാണ് കേരളത്തെ എന്ന് നമ്മുടെ അടുത്ത കർണാടകയിലെ മന്ത്രി ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് പ്രസംഗിച്ചതാണ്. ഇത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാരിലും കാര്യഗൗരവമുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ചില ആളുകൾ ചിരിക്കുകയാണ്, കോൺഗ്രസിലോ കാര്യഗൗരവമുള്ളവരോ എന്നാണ്. വളരെ അപൂർവം കുറച്ചു പേര് കോൺഗ്രസിലും കാര്യഗൗരവമുള്ളവരും ഉണ്ട് എന്ന് നമ്മൾ കണ്ടോളാം. എല്ലാവരും, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ചിലരെ പോലെ അല്ല എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഊഹിച്ചാൽ മതി. അതുകൊണ്ടാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരം DCC പ്രസിഡന്റിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നും അതല്ല അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെപ്പിച്ചു എന്നും ഒക്കെ പറയുണ്ടായി. എന്താ പ്രശ്നം? സംസ്ഥാനത്ത് പൊതുവെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? അദ്ദേഹം ഒരു മണ്ഡലം പ്രസിഡന്റുമായി ടെലിഫോണിൽ സംസാരിക്കുന്ന സംഭാഷണം പുറത്തായി. ഇപ്പൊ ചില ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്താകുന്നൊക്കെയാണ് നാട്ടിലാകെ ചർച്ച. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ ഏതായാലും ലോറൻസ് അനുസ്മരണത്തിൽ കടന്നു പോകുന്നില്ല. ഈ സംഭാഷണം അങ്ങനത്തെ സംഭാഷണമല്ല. ഈ സംഭാഷണം എന്താണ്? അദ്ദേഹം മണ്ഡലം പ്രസിഡന്റുമായിട്ട് കോൺഗ്രസ് പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ വളരെ നിരാശയോടുകൂടി അദ്ദേഹം പറയാണ്, അടുത്ത തെരഞ്ഞെടുപ്പിലും ഈ ഇടതുപക്ഷം തന്നെ വരും അധികാരത്തിൽ. അത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താവും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും. അതാണ് വാക്ക്, എന്റെ വാക്കല്ല. തിരുവനന്തപുരം DCC പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള ഒരു സ്വകാര്യ ടെലിഫോൺ സംഭാഷണത്തിൽ, ഇതിനോടകം പുറത്തു വന്ന സംഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ വരും. അത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥിതി എടുക്കാച്ചരക്കായി മാറും. അപ്പൊ അദ്ദേഹത്തെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിട്ട് വല്ല കാര്യമുള്ളൂ. സത്യം പറയുന്നവരെയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ സത്യമില്ലാതാവില്ല, യാഥാർത്ഥ്യമില്ലാതാവില്ല. ഒരു മൂന്നാം ഊഴത്തിന് അനുകൂലമായ സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് ഒരു ദുർബല നിമിഷത്തിലാണെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പരസ്യമായിട്ടാണ് പറഞ്ഞത്. കോൺഗ്രസുകാരിൽ പലരും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ സമനില തെറ്റിയതിന്റെ ഭാഗമായി പല വിഭ്രാന്തികളും പലരും പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ മാപ്പ് പറയേണ്ടി വന്നത് അങ്ങനെ ഒരു വിഭ്രാന്തിയുടെ ഘട്ടത്തിൽ പറഞ്ഞു പോയ വാക്കുകളുടെ പേരിലാണ്. രാഷ്ട്രീയ സമനില തെറ്റുക എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, കേരളം കൂടുതൽ കരുത്തോടെ നിലനിൽക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുൻപിൽ ഇന്ത്യ പൂർണ്ണമായും മുട്ടുമടക്കില്ല എന്ന് നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള മതനിരപേക്ഷവാദികളെ ബോധ്യപ്പെടുത്താൻ കേരളം കരുത്തോടെ നിലനിൽക്കണം. ഒരു രാജ്യത്തിന്റെ പ്രതിരോധമായി ഒരു സംസ്ഥാനം ധീരമായി ഇവിടെ നിലനിൽക്കണം. അതിന് കേരളത്തിന്റെ ഭാവിക്ക്, ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും കേരളത്തിലെ ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ നിലനിൽക്കേണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ നാടിന്റെ ആവശ്യമാണ്.
ഇപ്പൊ പാർട്ടി എന്ന നിലയിൽ ഇപ്പൊ തൃക്കാക്കരയിൽ പല പാർട്ടിയിലും പെട്ടവരുണ്ട്. ചിലപ്പോൾ പരമ്പരാഗതമായി രാഷ്ട്രീയ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നവരുണ്ട്. പല കാരണങ്ങളാൽ അതൊക്കെ ശരി. പക്ഷെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമോ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തേതുപോലെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരികെ വരണം എന്നാരെങ്കിലും ആഗ്രഹിക്കും? യാഥാർത്ഥ്യങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മുൻപിലും യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിൽ ഇപ്പൊ 10 കൊല്ലമായി പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. പ്രകാശപൂരിതമായ ഒരു നാടായി നമ്മുടെ നാട് നിൽക്കും. ഇന്ത്യയിൽ അധികം സംസ്ഥാനമൊന്നും ഇങ്ങനെയില്ല. ഈ നാട് ഇരുളിലാണ്ട് പോയ ഒരു ഘട്ടത്തിലാണ് 2016 പിണറായി അധികാരത്തിൽ വരുന്നത്. അന്ന് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തിൽ നിത്യസംഭവമായിരുന്നു. UDF ഭരിക്കുന്ന ഒരു കാലത്താണ്, ആ ഗവൺമെന്റിന്റെ കാലത്തല്ല, അതിനു മുമ്പ് UDF ഭരിക്കുന്ന ഒരു കാലത്താണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ പുറത്തിറങ്ങിയത്. ആ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും. അതിൽ സിനിമയിൽ ഒരു ഘട്ടത്തിലുണ്ട്, കറണ്ട് പോകും. അപ്പൊ ഒരു പൂച്ച വന്ന് പാത്രം തട്ടിയിടുന്ന ഒരു ശബ്ദം കേൾക്കും. അപ്പോ അതിലൊരു കഥാപാത്രം പറയാ, പവർ കട്ട് പൂച്ച വന്നു. എന്ത് പൂച്ച? പവർ കട്ട് പൂച്ച. അതിന്റെ അങ്ങനെ ഒരു പ്രയോഗം. അന്ന് പവർ കട്ട് വരുന്ന പൂച്ചയ്ക്ക് പോലും അറിയും സമയം. ആ സമയത്താണ് ഇത് കയറുക, അടുക്കളയിൽ കയറുക. എല്ലാ ദിവസവും പവർ കട്ടാണ്. ആദ്യം അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ അപ്രഖ്യാപിത ഘട്ടം. അപ്രഖ്യാപിത ഘട്ടം എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാ പോയി, വന്നാ വന്നു. എപ്പോ വരും ആർക്കും പറയാൻ കഴിയില്ല. വ്യവസായികളുടെ കേന്ദ്രമാണ് എറണാകുളം. വ്യവസായങ്ങൾക്കന്ന് 100% പവർ കട്ട്. അതായിരുന്നു കേരളം. ഇപ്പോ UDFന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കണം. 100% പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള വൈദ്യുതി ഇല്ല ഒരു വ്യവസായത്തിനും. നടത്തണമെങ്കിൽ സ്വന്തമായി ജനറേറ്റർ വെച്ച് നടത്തിക്കൊള്ളുക. അതായിരുന്നു ഈ കേരളം. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വ്യവസായങ്ങൾക്ക് 100% കട്ടും ഉണ്ടായിരുന്ന ഈ കേരളമാണ് 1-2 പിണറായി സർക്കാരുകളുടെ കാലത്തെ നടപടികളുടെ ഭാഗമായി നമ്മള് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ റെക്കോർഡ് വേഗതയിൽ പൂർത്തീകരിച്ചു. വൈദ്യുതി രംഗത്ത് പ്രസരണ നഷ്ടം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചു. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അപ്രായോഗികം എന്നെഴുതി അവസാനിപ്പിച്ച പദ്ധതിയാണ്, പാതി വഴിയിൽ നിന്ന പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമാക്കിയതാണ് കേരളത്തിലെ വൈദ്യുതി രംഗത്തെ കുതിച്ചുചാട്ടത്തിന്റെ പ്രധാന കാരണം. അങ്ങനെയാണ് കേരളത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആക്കിയത്. അപ്പൊ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ചിന്തിക്കുമോ ഈ പിണറായിയുടെ വൈദ്യുതി ഞങ്ങൾക്ക് വേണ്ട, പഴയ പോലെ പവർ കട്ട് വേണം, തിരിച്ചു വേണം എന്നാരെങ്കിലും ആഗ്രഹിക്കും? ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയിരുന്നില്ലേ? 18 മാസം കൊടുത്തില്ലല്ലോ. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകനായ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നയാൾ ഈ ഗവൺമെന്റ് മാറണം, UDF വരണം, ഉമ്മൻചാണ്ടിയുടെ കാലത്തേതുപോലെ ഈ കിട്ടുന്ന പെൻഷൻ മുടങ്ങിപ്പോണം എന്നാരെങ്കിലും ആഗ്രഹിക്കും? ഇതൊന്നും ആരും ആഗ്രഹിക്കില്ല. പെൻഷൻ മുടങ്ങരുതെന്നേ ആഗ്രഹിക്കൂ. പരീക്ഷയായപ്പോഴും പാഠപുസ്തകം കിട്ടാതെ കുട്ടികൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നൊരു കാലം നിങ്ങൾക്ക് ഓർമ്മയില്ല? അന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പറഞ്ഞു, ഓണം നേരത്തെ വന്നതാണ് പറ്റിപ്പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോരമയിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഓണം നേരത്തെ വന്നതാണ് പ്രശ്നം. അബ്ദുൾ റബ്ബ് പറയാം, ഓണം ആഘോഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചിങ്ങത്തിലല്ലേ? കർക്കിടകത്തിൽ ഓണം വന്നിട്ടുണ്ട് അവിടെ. അദ്ദേഹം പറയാണ് ഓണം നേരത്തെ വന്നാണ്. ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കൈ കിട്ടും. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം സ്കൂളിലെത്തും കുട്ടികളുടെ കയ്യിൽ. ഏതെങ്കിലും ഒരു കുട്ടി ചിന്തിക്കുവോ പരീക്ഷയാവുമ്പോഴും പാഠപുസ്തകം കിട്ടാത്ത ആ റബ്ബിന്റെ കാലം തിരിച്ചു വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കും? ഇതൊന്നും ആരും ആഗ്രഹിക്കില്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ എതിർത്താലും ഈ ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റം, ആ മാറ്റം ചെറുതല്ല. ആ മാറ്റത്തിന്റെ തുടർച്ചയായാണ് നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത നാടായി മാറാൻ പോകുന്നു. പട്ടിണിയില്ലാത്തൊരു നാടായി, ദാരിദ്ര്യമില്ലാത്ത നാടായി കേരളം മാറാൻ പോകുന്നു. ഈ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നു എന്നതോടൊപ്പം അടിയുറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് വർഗീയതയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്താനുള്ള ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കേരളം നമ്മുടെ രാജ്യത്തിന്റെ മാതൃകയായി, മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷയായി കരുത്തോടെ നിലനിൽക്കണമെങ്കിൽ ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന CPIM കൂടുതൽ
കരുത്തു നേടേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരക്കുക എന്നതാണ് സഖാവ് MM ലോറൻസ് ഉൾപ്പെടെയുള്ള മൺമറഞ്ഞുപോയ വിപ്ലവകാരികളുടെ ആ നിര നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ലോറൻസ് സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വന്തം ജീവനേക്കാൾ വലുതായി സഖാവ് MM ലോറൻസ് കണക്കാക്കിയ ഈ മഹാപ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് നയിക്കാൻ, ഇതിന്റെ കരുത്തെന്ന് പറഞ്ഞാൽ, പാർട്ടിയുടെ കരുത്തെന്ന് പറഞ്ഞാൽ ഈ രക്തപതാകയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ള ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെല്ലാവരും ഒന്നു ചേരുമ്പോഴാണ് പാർട്ടി യാഥാർത്ഥ്യമാകുന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരങ്ങളോ പാർട്ടിയുടെ ഏതെങ്കിലും കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരോ മാത്രമല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കായ പാർട്ടി പ്രവർത്തകർ, അനുഭാവികളെല്ലാം ഒന്നു ചേരുന്നതാണ് പാർട്ടി. നമുക്കെല്ലാം ഒന്നു ചേർന്ന് ഈ രാജ്യത്തെ വർഗീയ വിപത്തിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ധീരമായ പോരാട്ടത്തിന് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടക്കം കുറിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടെ, ഒപ്പം ഈ നാടിനെ എല്ലാവിധ വർഗീയ വിധ്വംസക ശക്തികളുമായി ചേർന്ന് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെ യാതൊരു ദീർഘവീക്ഷണവുമില്ലാത്ത അവരിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തെയെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട്, അവരുടെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകൊണ്ട പൊള്ളത്തരത്തെ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകുമ്പോൾ ആ ഇടതുപക്ഷത്തിനോടൊപ്പം നാടിനെയാകെ അണിനിരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ നിങ്ങളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലതയോടെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം സഖാവ് MM ലോറൻസിന്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.